ഹായ് ഫ്രണ്ട്സ്, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കർശന നടപടിയായിട്ട് ജൂൺ 22 വരെ നമ്മുടെ ഇന്ത്യയിൽ ടെലഗ്രാം ടെമ്പററി ആയി ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ള വിവരം നിങ്ങളേവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ നൈറ്റ് മുതൽ നമുക്ക് ടെലഗ്രാം ആക്സസ് ചെയ്യാനായിട്ട് പറ്റാത്തത്. അപ്പോൾ നമ്മളുടെ LP-UP പെയ്ഡ് ബാച്ച് റാങ്കോറ 360യിലെ കുട്ടികളാരും വിഷമിക്കണ്ട എന്ന് പറയാനാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. കാരണം ഇന്നലെ തൊട്ട് ടെലഗ്രാം ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതിൽ പേടി ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ്, ഇനി എങ്ങനെ ഞങ്ങൾ പഠിക്കുക എന്നൊക്കെ. അപ്പോൾ ഇതാണ് കാര്യം, അതെല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ലൈവ് ചെയ്യാനല്ല ബുദ്ധിമുട്ട്, ലൈവിൻ്റെ ലിങ്ക് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ജൂൺ 22 വരെ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കില്ല. ആ ഒരു സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പെൻഡിങ് ടോപ്പിക്സുകളും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കാണുക. പിന്നെ നമ്മളുടെ ഗ്രൂപ്പിലേക്ക് പുതിയതായി ജോയിൻ ചെയ്ത കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഈ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി വീഡിയോസൊക്കെ കണ്ട് നോട്ട് എഴുതുന്നവരങ്ങനെ, അല്ലാത്തവരെങ്ങനെയാണ് നിങ്ങളുടെ രീതി എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നന്നായിട്ട് ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ജൂൺ 22 തീയതിക്ക് ശേഷം നമ്മൾ പഴയ പോലെ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് യൂട്യൂബിൽ പബ്ലിക് ആയിട്ടുള്ള ലൈവുകൾ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇനി നമ്മൾ ടെലഗ്രാം ഓക്കെ ആയി കഴിഞ്ഞാൽ ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 2 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിലൂടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും സഹകരിക്കുക. നല്ല രീതിയിൽ ആ ഒരു സമയത്തെ ഉപയോഗപ്പെടുത്തുക. പിന്നെ കുറച്ച് ടീച്ചർ സ്റ്റുഡൻസ് നമുക്ക് എൻക്വയറി ചെയ്ത് പോയിട്ടുണ്ട്. ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അവരാരും വിഷമിക്കേണ്ട. ജൂൺ 22 തീയതിക്ക് ശേഷം നമുക്ക് വീണ്ടും എൻക്വയറി ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ.